Hi dears, welcome back to Dream Alphabets 25. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ പുതിയ ടിപ്സിലേക്കാണ്. ആ പുതിയ ടിപ്സ് ഏതാണെന്ന് വെച്ചാൽ ബിറ്റ്വീൻ എന്ന് പറയുന്ന വേർഡ് എല്ലാവർക്കും അറിയാമല്ലോ. ആ വേർഡിൻ്റെ ഉപയോഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടയിൽ നിന്നാണ് മീനിങ്. ഇപ്പോൾ ഞാൻ രണ്ടു പേരുടെ ഇടയിൽ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ പറയും? ഷീ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ് അല്ലേ? രണ്ട് ഫ്രണ്ട്സിന് ഇടയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇടയിൽ എന്നുള്ളൊരു മീനിങ്ങിനാണ് ബിറ്റ്വീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ബിറ്റ്വീന് ശേഷം നമ്മൾ ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ വേണം ഉപയോഗിക്കേണ്ടത്. സോ അത് പഠിച്ചു വെച്ചേക്കുക. ബിറ്റ്വീന് ശേഷം ആൻഡ് ഉപയോഗിക്കുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. എന്താണ് ആ എക്സാമ്പിൾ എന്ന്? ദ ഇൻ്റർവ്യൂ വിൽ ബി ഹെൽഡ് ബിറ്റ്വീൻ 10 AM - 1 PM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർവ്യൂ ഏതൊക്കെ സമയത്തിനിടയിലാണ്? ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ. ഏതൊക്കെ സമയത്തിനിടയിലാണ്? 10 മണിക്കും 1 മണിക്കും ഇടയിലാണ്. സോ ഇവിടെ ബിറ്റ്വീൻ എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടുന്നത് ആ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? ടു, ആൻഡ്, വിത്ത്, ഫ്രം. ഇതിലേതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ദ ഇൻ്റർവ്യൂ വിൽ ബി held between 10 AM and 1 PM. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു ടിപ്പാണ്. രണ്ടോ അതിലധികമോ വസ്തുക്കളെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു എണ്ണം പറയുകയോ ചെയ്താൽ നമുക്ക് ഏത് ഉപയോഗിക്കാം? ബിറ്റ്വീൻ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാം. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ ടിപ്പിൽ ബിറ്റ്വീന് ശേഷം എന്താണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് പഠിച്ചത്. ആൻഡ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇവിടെ രണ്ടോ അതിലധികമോ വസ്തുക്കളെ കുറിച്ചോ എണ്ണം പറയുകയോ ചെയ്താൽ ബിറ്റ്വീൻ ഉപയോഗിക്കും. രണ്ടോ അധികമോ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ആളുകളുടെ കേസ് തന്നെ എടുത്താൽ ഞാനും എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടെങ്കിൽ അത് 2 പേരാണ് അല്ലേ? അപ്പോൾ 2ൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? അങ്ങനെയുള്ള സെൻറ്റൻസുകൾ വരുമ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ബിറ്റ്വീനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ രണ്ടോ അതിലധികമോ വസ്തുക്കളെ കുറിച്ചോ എണ്ണം പറയുകയോ ചെയ്താൽ ബിറ്റ്വീനാണ് ഉപയോഗിക്കേണ്ടത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ദ ഓൾഡ് മാൻ ഷെയർഡ് ഹിസ് പ്രോപ്പർട്ടി ഹിസ് വൈഫ്, ഹിസ് സൺ ആൻഡ് ഹിസ് സിസ്റ്റർ. ഈ ഒരു സെൻറ്റൻസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾഡ് മാൻ, ആ ഒരു മാനിന് ഒരെണ്ണേ ഉള്ളേ. ഓൾഡ് മാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മകനും സിസ്റ്ററിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്തു എന്നാണ് സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ ഒന്നിലധികം ആളുകളുണ്ട്. ആരൊക്കെയാണ്? അദ്ദേഹം ആ പ്രോപ്പർട്ടി ആർക്കൊക്കെയാണ് കൊടുത്തത്? വൈഫ്, സൺ ആൻഡ് ഹിസ് സിസ്റ്റർ. സോ ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ആളുകൾ ഈ ഒരു സെൻറ്റൻസിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്തുനിന്ന് ബിറ്റ്വീൻ യൂസ് ചെയ്യാം. സോ ദ ഓൾഡ് മാൻ, ബാക്കി പറഞ്ഞേ, ഷെയർഡ് ഹിസ് പ്രോപ്പർട്ടി ബിറ്റ്വീൻ ഹിസ് വൈഫ്, ഹിസ് സൺ ആൻഡ് ഹിസ് സിസ്റ്റർ. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ടിപ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.